ഡയബറ്റിക് ആയ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഡയബറ്റിക് എന്ന് മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് ഒരു മനുഷ്യനെ വലിയ രീതിയിൽ തളർത്തുന്നുണ്ട്. ഒരു മനുഷ്യനെന്ന് മാത്രമല്ല, ഒരു ജീവിതശൈലി രോഗമുള്ള ഒരു വ്യക്തിയുള്ള ഒരു കുടുംബത്തില് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ അനുഭവത്തിലൂടെ നമുക്ക് നമ്മളെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഡയബറ്റിക് ആയിരിക്കുന്ന സമയത്താണ് ഇതില് എന്താണ് അടുത്തൊരു പോംവഴി, അതായത് അലോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുക, ആരോഗ്യം കുറഞ്ഞു വരിക എന്നുള്ള രീതിയായിരുന്നു തുറന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇതിനെ മറ്റൊരു പോംവഴി എന്താന്നുള്ള അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബിസിനസ് എന്റെ കയ്യിൽ വരുന്നത്. അത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാനും ശ്രമിച്ചു. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് ഈ ബിസിനസ്സിൽ വളർത്തുന്നതിൽ പ്രധാന ഘടകമാണ് നമുക്ക് ഈ ഹൈഫ്ലൈസ് മീറ്റ്, അതേപോലെ BOP, GTS, മറ്റുള്ള RTP, അങ്ങനെയുള്ള അതിൽ കൂടിയ പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ പുതിയതായിട്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മീറ്റിംഗ് ആണ് BOP അല്ലെങ്കിൽ GTS അല്ലെങ്കിൽ ഹൈഫ്ലൈസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ ആരോഗ്യത്തിന് നമുക്ക് ഭക്ഷണം എന്ന പോലെ തന്നെയാണ് നമ്മളെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ നമ്മളെ മോട്ടിവേഷൻ ആണെങ്കിലും മെന്റർഷിപ്പ് ആണെങ്കിലും എല്ലാം നമുക്ക് കിട്ടുന്നത് ഈ ഒരു മീറ്റിങ്ങിലൂടെയാണ്. ഈ മീറ്റിംഗ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, ഈ മീറ്റിംഗിലേക്ക് കൂടുതൽ ആളുകൾ ചേർക്കുക, ഈ മീറ്റിംഗ് നമ്മൾ ചെയ്യണ അതേ സ്ട്രാറ്റജി നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഈ മീറ്റിംഗിൽ ഇപ്പോ ഓരോ ലീഡേഴ്സും വർഷങ്ങളായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസും വർഷങ്ങളായിട്ടുള്ള അവര് ഈ ബിസിനസ്സിൽ, അതായത് നമുക്കും ഈ ബിസിനസ്സിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഏതൊരു ലീഡർക്കാണ്, മുബിൻ സാർ പോലും നമ്മൾ ചെയ്യണ അതേ രീതി തന്നെയാണ്. നമുക്കുള്ള അതേ പത്തക്ക ഐഡിയ, നമുക്കുള്ള അതേ പ്രൊഡക്റ്റുകൾ, നമുക്കുള്ള അതേ മാർക്കറ്റാണ് നമ്മളും ഈ ലീഡേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവര് ചെയ്തിട്ടുള്ള ഈ ബിസിനസ്സിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിലും തുടരാനാണ്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകാനുള്ളത്. അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള അനുഭവങ്ങളും അവരുടെ ഈ ബിസിനസ്സിൽ നടപ്പാക്കിയിട്ടുള്ള വലിയ വലിയ ആശയങ്ങളും ഒക്കെയാണ് നമ്മളും പിന്തുടർന്ന് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കും ഈ ഓരോരോ ലീഡേഴ്സിനും അതോടൊപ്പം തന്നെ അവര് ഇപ്പൊ തുറന്ന ആശയങ്ങൾ പോലെ നമ്മളെ പുതിയ ആശയങ്ങൾ കൂടി, നമ്മളെ ചിന്തകളിൽ വരുന്ന ആശയങ്ങൾ കൂടി നമ്മൾ ഇതിൽ നടപ്പാക്കണേ നമുക്കും വലിയ രീതിയിൽ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. നമ്മൾക്ക് ഈ ബിസിനസ് വിജയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും വലിയ രീതിയിൽ വിജയങ്ങൾ ഉണ്ടാകാൻ പറ്റും എന്നുള്ളത് ഇതിനു മുമ്പുള്ള ഓരോ ലീഡേഴ്സും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചാല് ഈ ബിസിനസ്സിൽ ഇപ്പോ നമുക്ക് ഈ ഹൈഫ്ലൈസ് മീറ്റില് ഇപ്പോ ഞാൻ ജോയിൻ ചെയ്ത 3 മാസത്തിനുള്ളിൽ തന്നെ ഈ സൂമിന്റെ കോർഡിനേറ്റർ ആവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളെ ഓർഗനൈസേഷന്റെ തന്നെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാറിനും ലതാ മാഡത്തിനും നമുക്ക് വലിയ രീതിയിൽ നന്ദി പറയാം. കാരണം എന്നുള്ളതാണ് നമുക്ക് വലിയൊരു ഗുണം ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒരു മീറ്റിംഗ് ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മാം ഈ ഒരു മീറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, ഈ മീറ്റിംഗിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുക. കാരണം 1000 പേരോളം നമുക്ക് പങ്കെടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ഇനി അധികം അതിലേറെ ആളുകൾ വന്നാൽ പോലും നമുക്ക് ഇതിന്റെ ഒരു പ്ലാന് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൽ 1000-ലേറെ ആൾക്കാർക്ക് നമുക്ക് ഈ ഒരേ സമയത്ത് രാവിലെ 7 മണിക്ക് തുടങ്ങി 8 മണിക്കുള്ളിൽ തന്നെ ഇത്രയും ആൾക്കാരെ നമുക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മീറ്റിംഗിലൂടെ ഈ ആശയങ്ങൾ നമുക്ക് നടപ്പാക്കാൻ പറ്റും. ഇതിന് ഒരുപാട് ചെലവ് വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവത്തിലൂടെ ഉള്ളതാണ്. കാരണം ഒരു സൂമിന്റെ സബ്സ്ക്രിപ്ഷന് ഏകദേശം നല്ലൊരു സംഖ്യ തന്നെ നമുക്ക് ഇതിന് ചെലവ് വരുന്നുണ്ട്. അത് മുടക്കിയിട്ട് സക്സസ് സ്റ്റോറി എന്നുള്ള ഈ ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മനോജ് സാർ, ലതാ മാഡം, അതേപോലെ നമ്മളെ മലബാർ മില്ലിനേഴ്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അൽതാഫ് സാറ്, അതേപോലെ തന്നെ ടൈറ്റൻസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള നിഷാന്ത് സാർ, ഇസ്മയിൽ സാർ, അങ്ങനത്തെ ഒരുപാട് ലീഡേഴ്സ് അവരുടെ എഫേർട്ടും എടുത്തിട്ടാണ് ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് സൗജന്യമായിട്ട് കിട്ടണമെന്നുള്ള ഒരു രീതിയിലാണ് പലരും ഇതിനെ കാണുന്നത്. അങ്ങനെ കാണാതെ ഇതൊരു സീരിയസ് ആയിട്ട് എടുത്ത് ഈ ഒരു മീറ്റിംഗ് രാവിലെ തന്നെ കിട്ടുന്ന നമുക്ക് മൈൻഡിന് ഒരു പോസിറ്റിവിറ്റി, നമുക്ക് മൈൻഡിന് വേണ്ട ഒരു വെൽനെസ്സും
ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് മാക്സിമം ഇതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇന്ന് എന്റെ കർത്തവ്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഒരു വലിയൊരു ലീഡറെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ പ്രധാനമായിട്ടുള്ള കർത്തവ്യം. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ കാർപ്പൻട്രി ഇൻഡസ്ട്രിയിൽ നിന്നും വലിയ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്നാൽ പോലും അതിൽ നിന്നുള്ള വലിയൊരു ഏർണിങ്സോ അല്ലെങ്കിൽ ഈ സക്സസ്ഫുൾ ലൈഫോ ഒന്നും ഇല്ലാത്തൊരു സമയത്താണ് ഈ ബിസിനസിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അത് ആ ഒരു മേഖലയിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കി അദ്ദേഹം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരികയും ഇന്ന് വലിയ രീതിയിൽ വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്ന ഒരു വലിയ വ്യക്തിയെ കുറിച്ചാണ് നമുക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാനുള്ളത്. മറ്റാരുമല്ല, വണ്ടൂർ മേഖലയിൽ തന്നെ നമ്മൾ വലിയ രീതിയിൽ ബിസിനസ് ചെയ്ത് ഇന്ന് സ്റ്റേറ്റിന് പുറത്തും ജില്ലക്കകത്തും പുറത്തുമായിട്ട് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് പ്രദീപ് എന്നാണ്. അദ്ദേഹം ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങളെല്ലാവരെയും അനുവാദത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. വളരെ ആദരവോടും ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം പ്രദീപ് സാർ ഓൺ ദ സ്ക്രീൻ. ഓക്കെ സാർ, താങ്ക് യു. അതില് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രഭാതം നമുക്ക് എല്ലാവർക്കും വലിയ നേട്ടങ്ങളുടെയും പുതിയ പ്രതീക്ഷകളുടെയും തുടക്കമായി മാറട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. കാരണം നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഓരോ ദിവസവും നമുക്ക് പുതിയ പ്രതീക്ഷകളും പുതിയ ലക്ഷ്യങ്ങളുമായിട്ടാണ് നമുക്ക് ഓരോ പ്രഭാതവും നമ്മുടെ മുന്നിലെത്തുന്നത്. ഇന്നലെ ഒരുപാട് ആളുകൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി ജീവിതത്തിൽ ഇന്ന് പുലരുന്ന ഓരോ പുലരിയും നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളുടെ പ്രതീക്ഷയുമായി ഉറങ്ങാൻ കിടന്ന പല ആളുകൾക്കും ഇന്നത്തെ പ്രഭാതം ഒരുപക്ഷെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ആളുകൾക്ക് എല്ലാവർക്കും ഒരു ആത്മശാന്തി നേരെയാണ്. ഇന്ന് നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. മറ്റൊന്നുമല്ല, നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യവും അതുപോലെ തന്നെ ആയുസ്സും എല്ലാം സർവശക്തൻ അനുഗ്രഹിച്ച് നൽകി എന്നുള്ളതിൽ എന്നെ വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി നമ്മുടെ സതീഷ് സാറ്. അദ്ദേഹം ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതായത് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രയാസത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു. നിലവിൽ ഒരുപാട് മേഖലകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചതാണ്. ഇന്ന് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് അത്യാവശ്യം വേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും, ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മളെ മുന്നിൽ കിട്ടിയിട്ടും പല ആളുകളും വേണ്ട രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സമയത്തും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് മാക്സിമം നമ്പർ, അതായത് മാക്സിമം നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സിനെയും പങ്കെടുപ്പിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും അവനവന്റെ സൗകര്യത്തിന് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. പക്ഷെ പലപ്പോഴും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നമ്മളൊക്കെ വന്നിട്ടുള്ളത് പല മേഖലകളിൽ നിന്നാണ്. ഓരോ വ്യക്തികളും ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളും ഒക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നും ഈ ഒരു ബിസിനസ് വളരെ യാദൃച്ഛികമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളുകളായിരിക്കാം. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ സാധ്യതയും വലിപ്പവും മനസ്സിലാക്കി ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മളെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു ജോലിയാണ്. ജോലി ചെയ്ത് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് നമ്മുടെ വിഭാഗവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോലിക്ക് കൂലി കിട്ടും, പക്ഷെ ഒരിക്കലും ലാഭം കിട്ടില്ല. ജോലി ചെയ്താൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. അത് കൂലി മാത്രമാണ് നമുക്ക് കിട്ടുക. ഈ ഒരു യാഥാർത്ഥ്യം പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ജോലിക്ക് കൂലി, ലാഭം ഇല്ല. ലാഭം നേടണമെങ്കിൽ ബിസിനസ്സേ നമുക്ക് സാധിക്കുള്ളൂ. ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, സാധാരണ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള മുതൽ മുടക്കും, ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളും എക്സ്പീരിയൻസും, പിന്നെ നമ്മളെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പല ബിസിനസ്സിലും വേണ്ട രീതിയിൽ വിജയിക്കാൻ പറ്റാതെ പോയ ആളുകളുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരുപാട് ഷോപ്പുകൾ നിരന്തരം
ഈ കൂൻ മുളയ്ക്കുന്ന പോലെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്ന രീതിയിലാണ് നിരന്തരം ഷോപ്പുകൾ പല സ്ഥലങ്ങളിലും പുതിയ പുതിയ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഷോപ്പൊക്കെ തന്നെ ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ അപ്രത്യക്ഷമാകുന്നു എന്ന രീതിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുതൽ മുടക്ക് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു വ്യക്തിക്കും ഒരു ക്വാളിഫിക്കേഷനും ചോദിക്കാതെ അല്ലെ ഇല്ലാതെ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ മുതൽ മുടക്കൊന്നും ഇല്ലാതെ കടന്നു വരാൻ പറ്റിയ ലോകത്തിൽ തന്നെ വളരെ വലിയ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മറ്റേതെങ്കിലും മേഖലയിലാണെങ്കിൽ പോലും ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് ഓരോരുത്തർക്കും ഓരോ പർപ്പസിന്റെ പുറത്താണ് ഓരോരുത്തരും ബിസിനസ്സിലേക്ക് വന്നുള്ളത്. പല ആൾക്കാർക്കും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഏണിങ്സ് ആണ് പല ആളുകളുടെയും ലക്ഷ്യം. പക്ഷെ നമ്മൾ പറയുന്നത് ആരോഗ്യവും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ നമ്മൾ പറയുമെങ്കിലും ഇന്ന് ഒരു ഭൂരിഭാഗം ആളുകൾക്കും ഒരു 99% എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഏണിങ്സ് തന്നെയാണ് മുഖ്യം. അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പോ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ കമ്പനിക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കമ്പനിക്കുള്ള ഉൽപ്പന്നങ്ങൾ വളരെയധികം നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് പല ആളുകളും ആ ഒരു കാറ്റഗറിയിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കുള്ള ഒരു മാറ്റം എന്ന ഉദ്ദേശത്തിലെങ്കിലും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. വരുന്നത് ഏത് രീതിയിലാണെങ്കിലും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ നമുക്ക് നിരവധി കാരണങ്ങളാണ്. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് ഓരോ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഏണിങ്സ് തന്നെയാണ്. ഇന്ന് ഇങ്ങനെ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ വ്യക്തിയുടെയും ഉദ്ദേശം. അപ്പൊ ഇങ്ങനെയാണെങ്കിലും നമ്മൾ നിലവിലെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിലവിലെ നമ്മുടെ എന്താണോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താതെ പുതുതായിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. നമുക്കറിയാൻ പറ്റും പല ആളുകളും ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടും മുമ്പ് എന്തായിരുന്നോ അതേ കാഴ്ചപ്പാടോട് കൂടി തന്നെ ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും നമുക്ക് സുഗമമായ ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ബിസിനസിന്റെ ഗ്രോത്തിന് നമുക്ക് ഒരിക്കലും സാധിക്കൂല എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ചേഞ്ച് അത്യാവശ്യമാണ്. ഇവിടെ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിലവിലെ നമ്മൾ കുറെ മാറ്റങ്ങൾ നമ്മൾ ബോധപൂർവം മാറ്റേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഈ ഒരു ബിസിനസ്സിൽ ഒരുപാട് ആളുകൾ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ന് വലിയ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നു. അവരുടെ ജീവിതത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മുന്നിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തെളിയിക്കപ്പെട്ടിട്ടുള്ള നിരവധി ആളുകളുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ കാണുന്നില്ല അവരെടുത്തിട്ടുള്ള എഫേർട്ട് എന്താന്നുള്ളത്. വിജയിച്ചു നിൽക്കുന്ന ഒരാൾ ഒരു വേദിയിൽ നിന്നും വിജയിച്ച ഒരു വ്യക്തിയെ ആദരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു മൊമെന്റ് ഒരു സമയം മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ ഒരു പൊസിഷനിൽ എത്താൻ എടുക്കുന്ന എഫേർട്ട് ഒരുപാട് സമയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ ചിന്തിക്കാറില്ല. ഈ ഒരു ബിസിനസ്സിലും അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ വിജയിച്ച വ്യക്തികൾ, വിജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വിജയിച്ച വ്യക്തികൾ ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മൾ കാണുമ്പോൾ അവർ ഇന്നത്തെ പൊസിഷൻ വെച്ച് ആ വ്യക്തികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതായത് അവരൊക്കെ വിജയിക്കും, നമ്മളൊക്കെ ഒന്നും അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മളൊന്നും അവിടെ എത്തില്ല, അതൊക്കെ ആദ്യം വന്ന ആളുകൾ വിജയിക്കും എന്നൊക്കെ ഒരുപാട് ധാരണകൾ പൊതുവെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പുതുതായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിലുള്ള ലീഡേഴ്സ് ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് ഈ ബിസിനസ്സിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ സമയത്തും പല പ്രോഗ്രാമുകളിലൂടെ പല രീതിയിലായിട്ട് നമുക്ക് പകർന്നു തരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പല ആളുകളും അതിൻ്റെതായ ഗൗരവത്തിൽ അത് മുഖവിലക്കെടുക്കാറില്ല. വീണ്ടും നമ്മുടെ നിലവിലെ എന്താണോ നമ്മുടെ അറിവും കഴിവും വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ ഉള്ളത്. എന്നാൽ അത് നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. നമുക്ക് വലിയൊരു ചേഞ്ച് നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഈ ഒരു ബിസിനസ് വിജയിച്ചിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ
ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വളരെ യാദൃച്ഛികമായോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസിന്റെ പുറത്ത് ഓരോ വ്യക്തികളും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതായിരിക്കും. പക്ഷെ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും തുല്യരാണ്, ഒരേ രീതിയിൽ തന്നെയാണ് നമ്മുടെയൊക്കെ അറിവും കഴിവും കാര്യങ്ങളൊക്കെ. പിന്നെ ഓരോ വ്യക്തിയും പ്രവർത്തിച്ച മേഖലകൾക്കനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ കാണുകയും അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ ചെറിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇപ്പൊ നമ്മുടെ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള ബുക്ക്, അതോ ആ ഒരു ബുക്കിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ 4-5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു അസറ്റ്, അതായത് 4-5 വർഷം ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് നേടാൻ പറ്റുന്ന ഒരു അസറ്റ്, അതിനു വേണ്ടിയിട്ടാണ് ഒരു ആയുഷ്കാലം മുഴുവൻ, ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്യാണ് കഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ മുൻപ് ഈ നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടു പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു, ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ വ്യക്തിത്വങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ അപൂർവം ആളുകൾ മാത്രമാണ് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ. എന്നാൽ അവരൊന്നും ഈ അധ്വാനിക്കാത്തോണ്ടോ മറ്റുള്ള മേഖലകളിലൊന്നും പ്രവർത്തിക്കാത്തോണ്ടല്ല അവർക്ക് സക്സസ് ആവാൻ സാധിക്കാഞ്ഞത്. പക്ഷെ സാധ്യതയുള്ള മേഖലകളിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഒരു സമയത്ത് നമുക്കറിയാൻ പറ്റും, കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ രീതിയിൽ എന്ത് ചെയ്യാണ് കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് കൃഷിയിൽ ധാരാളം ആളുകൾ പ്രവർത്തിച്ചു. അതിനുശേഷം ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇന്ന് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കാലഘട്ടമാണ്. ഇന്ന് നമ്മുടെ പഴയ പാരമ്പര്യമായിട്ടുള്ള പല മേഖലകളും താഴെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാണാതായിക്കൊണ്ടിരിക്കുക, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ടെക്നോളജി ബേസ്ഡ് ആണ്. ഇന്ന് ഏതൊരു വ്യക്തിക്കും ഇന്നൊരു ഓപ്പൺ മാർക്കറ്റ് ആണ്, നമ്മുടെ വേൾഡ് തന്നെ ഒരു ഓപ്പൺ മാർക്കറ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിലും നമ്മളെ കൺമുന്നിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇന്ന് വലിയ രീതിയിൽ ചെറിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് പല ആളുകളും ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള വരുമാനം നേടിയിട്ടുള്ള നിരവധി ആളുകളുടെ സ്റ്റോറികൾ നമ്മൾ കേൾക്കാനും കാണാനും ഇടയാവുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വലിയ ഒരു മാജിക് അല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് കൂട്ടാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ നമുക്ക് കൂടുതൽ വരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ടൈം ലിവറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ടൈം ലിവറേജ് ചെയ്യാൻ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മണിക്കൂർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് മണിക്കൂറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ബിസിനസ് മോഡലാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്കറിയാം, നമ്മുടെ പരമ്പരാഗതമായ കച്ചവട രീതി ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ഏതെങ്കിലും ഒരു ഷോപ്പോ സ്ഥാപനമോ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു ഏരിയയിലുള്ള മാക്സിമം ആളുകൾ മാത്രമാണ് ആ ഒരു ഷോപ്പിലേക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനായിട്ട് ആ ഷോപ്പിലെത്തുക. എന്നാൽ നമുക്ക് ഡയറക്ട് സെല്ലിംഗിലാണെങ്കിൽ ഇന്ന് നമ്മൾ എവിടെയാണോ ഏത് സ്ഥലത്താണോ നമ്മളുള്ളത് അതിനനുസരിച്ച് ഈ ലോകത്തിന്റെ ഏത് കോണിലേക്കും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏത് കോണിലേക്കും നമ്മുടെ ഈ ബിസിനസ് ചെറിയ സമയം കൊണ്ട് എത്തിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് നമ്മളൊരു ടെക്നോളജിയുടെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ്. ഇന്ന് ടെക്നോളജി വളർന്നതിനനുസരിച്ച് നമ്മുടെ പല തൊഴിൽ മേഖലകളും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഒരുപാട് രീതിയിൽ വളരെ വലിയ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതേ ടെക്നോളജിയുടെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ വളർച്ച, അല്ലെങ്കിൽ അതിനുള്ള ഗുണകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്.
ഇന്ന് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് നിരവധി ആളുകളെ കണക്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് നമുക്ക് വലിയ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ ടൈം ലിവറേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സാധ്യത. ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിലാണെങ്കിൽ, പരമ്പരാഗതമായ കച്ചവട രീതിയിലാണെങ്കിൽ നമുക്ക് ഒന്ന് ഇതുപോലുള്ള ഒരു ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചധികം ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊക്കെ പറയും എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ബിസിനസ് ആണെന്ന് പറയും. പക്ഷെ ബിസിനസ് ആവില്ല ആ വ്യക്തി ചെയ്യുന്നുണ്ടാവുക. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ഏണിങ്സ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ തുടങ്ങുന്ന ഒരു സംരംഭമാണ് ശരിക്കും ബിസിനസ്. എന്നാൽ ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ചെറിയ ഏതെങ്കിലും ഒരു ഷോപ്പോ കാര്യങ്ങളോ, ഇന്ന് ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്ന അവരുടെ ഒരു ചിന്താഗതി അതാണ്. ഏതെങ്കിലും ഒരു ഷോപ്പോ കാര്യങ്ങളോ തുടങ്ങുന്ന സമയത്ത് അവര് പറയുന്നത് എന്താണ് ഇപ്പൊ ചെയ്യുന്ന മേഖല എന്ന് ചോദിക്കുമ്പോൾ അവർ ബിസിനസ് ആണെന്ന് പറയും. ഒരിക്കലും ബിസിനസ് അല്ല, അത് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. സ്വന്തമായിട്ട് ഇത് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇനി കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ ബിസിനസ് എത്തിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അവസരം നൽകുന്ന രീതിയിലേക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ സാധാരണ രീതിയിൽ നമുക്ക് ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് അത് തുടങ്ങാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്നിവിടെ നമുക്കൊരു ഏതൊരു വ്യക്തിക്കും ഏറ്റവും മിനിമം അദ്ദേഹത്തിന് ഒരു വ്യക്തിയോട് ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ, സംസാരിക്കാൻ മീൻസ് അദ്ദേഹം ഈ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിന് സംസാരിക്കണം എന്നില്ല, മറ്റേതെങ്കിലും രീതിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഇന്ന് മറ്റേതൊരു മേഖലയാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ട് മാത്രമാണ് നമ്മളെ ഏതൊരു മേഖലയിലേക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു വ്യക്തിക്കും 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും ഫ്രീ എൻട്രി ആയിട്ട് കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് എല്ലാം കൊണ്ടും, ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മൾ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ നമ്മളെ ഇൻകം പ്ലാൻ കൊണ്ട് നമ്മൾ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ ഇന്ന് ഏതൊരു വ്യക്തിക്കും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ ഭാഗമാണ്. ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ മേഖലയിൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇന്ന് വലിയ രീതിയിൽ ഈ ഒരു ബിസിനസിനെ ഗ്രോ ചെയ്യിക്കാൻ പല ആളുകൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്, നമ്മൾ പേഴ്സണലി നമ്മളിലുള്ള ഒരു ചേഞ്ച്, ഒരു മാറ്റം നമ്മൾക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മളുടെ ഒരു എക്സൈറ്റ്മെന്റും ആവേശത്തോടും കൂടി നമ്മളും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കും. ഒരുപാട് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെ മുന്നിൽ നിരത്തും. പക്ഷെ കുറച്ച് സമയം നമ്മളൊരു മുൻവിധിയോട് കൂടിയാണ് ഈ ബിസിനസ്സിനെ സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും എന്ത് ചെയ്യും, താഴെ പോകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബിസിനസിന്റെ യഥാർത്ഥ സ്വഭാവം രീതി മനസ്സിലാക്കിയ ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലോങ് ടൈം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി മുന്നേറാൻ സാധിക്കും. തുടക്ക സമയത്ത് ഈ ഒരു ബിസിനസിന്റെ, ഇപ്പൊ ഞങ്ങളൊക്കെ വന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് സതീഷ് സാർ പറഞ്ഞു, അതായത് കാർപ്പറ്റ് മേഖലയിലായിരുന്നു. കാർപ്പറ്റ് മേഖല സാധാരണ രീതിയിലുള്ള ഒരു കാർപ്പറ്റ് മേഖല ആയിരുന്നില്ല. കാരണം ഞാൻ ഏത് മേഖല ഏറ്റെടുത്താലും അതില് നമ്പർ 1 ആവണം, അതില് സ്റ്റാർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാർപ്പറ്റ് മേഖല കയ്യിൽ കിട്ടിയ സമയത്ത് വളരെ യാദൃച്ഛികമായിട്ടാണ് ആ ഒരു മേഖലയ്ക്ക് കടന്നു വന്നത്. ആഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബം കാർപ്പൻട്രി ഫാമിലി ആയതുകൊണ്ട് തന്നെ ആ ഒരു മേഖല പഠിച്ചെടുക്കാൻ പ്രത്യേകിച്ച് പ്രയാസങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ചെറുപ്പത്തിൽ തന്നെ ഈ പിച്ച് വെച്ച് നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു മേഖല കണ്ട് വളർന്ന് പഠിച്ച് സ്വാഭാവികമായിട്ടും അത് തൊഴിലാക്കി മാറ്റി. ആ ഒരു രീതിയിൽ കടന്നു വരുന്ന സമയത്ത് അതില് എന്തെല്ലാം പുതിയ ആശയങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ പുതിയ രീതിയിൽ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ധാരാളം കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് മിഷനറികളുടെ സ്റ്റാർട്ടിങ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, ഇന്നത്തെ കാലഘട്ടത്തിൽ മിഷനറികളൊന്നും ഉപയോഗിക്കാൻ ആർക്കും പ്രയാസമില്ല. പക്ഷെ ഞാൻ തുടങ്ങുന്ന സമയത്ത് കൂടുതൽ മിഷനറികൾ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന അതിന്റെ തുടക്ക സമയമായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി
ഈ ഒരു മെഷീനറികളൊക്കെ ഉപയോഗിച്ച് ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ അന്ന് ആ ഒരു സമയത്ത് തന്നെ, എന്റെ തുടക്ക സമയത്ത് തന്നെ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ മാറാൻ തുടങ്ങി. ഏതെല്ലാം മെഷീനറികൾ, എന്തെല്ലാം നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇതിന്റെ മാക്സിമം ഉപയോഗങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ ആ ഒരു മേഖല കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ സാധാരണ രീതിയിലല്ല, ഫർണിച്ചറിന്റെ മേഖലയിലും അതുപോലെ ഒരുപാട് മേഖലകള്, വീട്ടിൽ തന്നെ ഫർണിച്ചറും അതിന് പുറത്ത് ഫർണിച്ചറിന്റെ ഷോപ്പ്, കൂടാതെ വീടിന്റെ ഇന്റീരിയർ വർക്ക്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്ത് വളരെ തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ജോലികളുണ്ട്, ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ ഒരു ഏണിങ്സ് ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ജീവിക്കാനുള്ള മാർഗം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ഒരു സൗകര്യം, ഇപ്പോൾ ഉള്ള ഈ ഒരു സൗകര്യം ഒന്നും ആ ഒരു മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഇവിടെ വരുന്ന സമയത്തും വളരെ യാദൃച്ഛികമായിട്ടാണ് ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള റസാഖ് സാർ, സൗജിമയുടെയൊക്കെയാണ് ഈ ഒരു അവസരം കൈമാറുന്നത്. ഇത് കിട്ടുന്ന സമയത്തും ഇന്ന് ഏതൊരു വ്യക്തിയെ എടുത്തു നോക്കിയാലും, സാധാരണ രീതിയിൽ ഈ ഒരു ബിസിനസ് നമ്മൾ പറയുന്ന സമയത്ത് ഏതൊരു വ്യക്തിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. അതിന്റെ കൊടുമുടിയിലാണ് ആ സമയത്ത് ഞാൻ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ, ഇന്ന് എന്റെ മെന്ററും അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ഗ്രേറ്റ് പേഴ്സണാലിറ്റി, പവർഫുൾ ലീഡർ ആയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് നിഷാന്ത് സാറൊക്കെ ആ തുടക്ക സമയത്ത് ഞാൻ ഈ ബിസിനസ്സിൽ ഇല്ല, ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് വൈഫും, അതായത് വിനീഷ മേഡം അതുപോലെ തന്നെ സൗജി മേഡം ഇവരൊക്കെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ നിഷാന്ത് സാറൊക്കെ ഇവിടെ മീറ്റിംഗ് എടുക്കാനും കാര്യങ്ങൾക്ക് വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് രീതിയിലുള്ള കളിയാക്കലും ഇവിടെ മാറി നിന്ന് കളിയാക്കിയിട്ടുള്ള ആളുകളാണ്. അതിനെനിക്കൊരു അസോസിയേഷൻ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ബിസിനസ്സിനെയൊക്കെ എന്ത് ചെയ്യാ, തള്ളി പറയാനും അതുപോലെ തന്നെ നമ്മളത് വേറൊരു ലോകമായിരുന്നു. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടോട് കൂടി സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പല ആളുകൾക്കുള്ള പ്രത്യേകത അതാണ്. ഇങ്ങനെ വന്നത് കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ന് പുറത്ത് നമ്മൾ ഈ ബിസിനസ്സിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് നമ്മൾ പല ആൾക്കാരോട് ബിസിനസ് പറയുമ്പോൾ അവര് സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഉള്ളില് നമ്മൾ മുമ്പ് കൈകാര്യം ചെയ്ത കാര്യം ആയതുകൊണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഏതൊരാളും ഏത് തരത്തിലുള്ള നെഗറ്റീവ്സ് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമുക്കത് വളരെ ഹാപ്പി ആയിട്ട് നമ്മളത് കേൾക്കാനും അതിനനുസരിച്ചുള്ള മറുപടി അവർക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായി എന്നുള്ള. കാരണം നമ്മൾ ആദ്യം പഠിച്ചത് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ, ഭാഷ അറിയാത്ത ആളുകളൊക്കെ അവിടുത്തെ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ എന്താണ്, നമ്മളെ മറ്റുള്ള ആളുകൾ കൊണ്ട് പറയുന്ന മോശപ്പെട്ട വാക്കുകൾ എന്താണെന്നുള്ളതാണ് അത്ര ആദ്യം പഠിക്കുക. കാരണം എന്താ, അതായത് ഒരു വ്യക്തി ചീത്ത വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണെന്നുള്ളതൊക്കെയാണ് ആദ്യം പഠിക്കുക എന്ന് പറഞ്ഞത്. കാരണം അതാണല്ലോ അറിയേണ്ടത്. അപ്പൊ എന്ന രീതിയിൽ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ കുറെ നെഗറ്റീവ്സും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് ആ ഒരു ലെവലിൽ എത്തിയത് കൊണ്ട് ഇന്ന് നമുക്ക് ഈ ബിസിനസ്സിലൂടെ മറ്റാരെന്ത് സംസാരിച്ചാലും നമുക്കത് അതിനുള്ള മറുപടി സംസാരിക്കാനും അല്ലെങ്കിൽ അതിന്റെ കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താനും നമുക്ക് ഒരു കഴിവ് കിട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഗുണങ്ങള് പുറത്തുള്ള ആളുകൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ഈ ഒരു ബിസിനസ് എന്താണെന്നുള്ളതും ഇതിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ ഇന്ന് നേടിയിട്ടുള്ള ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ നമ്മളാണല്ലോ അനുഭവിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാൾ എന്ത് പറഞ്ഞാലും നമ്മളെ എന്ത് ചെയ്യില്ല, അത് ബാധിക്കൂല. കാരണം അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ രണ്ടാമത്തേത്, അവർ പറയുന്ന കാര്യമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ് തീർന്നതാണ്, അതിന്റെ മൂർച്ച പോയതാണ്. രണ്ടാമത്തത്, ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുള്ള നേട്ടങ്ങൾ, ഇതിന്റെ ഗുണങ്ങൾ, ഇന്ന് അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഇനി വരാൻ പോകുന്ന ഒരുപാട് നേട്ടങ്ങൾ, ഇനി നേടാൻ പോകുന്ന നേട്ടങ്ങൾ, ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പുറത്തുള്ള ആളുകളെ സംസാരിക്കുന്നത് നമ്മൾ മുഖവിലക്ക് എടുക്കാറില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് തുടക്കക്കാരായിട്ട് പല ആളുകളും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുതിയ ആളുകളെ, പല ആളുകളെയും കാണുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും. ഈ നെഗറ്റീവ്സിനെയൊക്കെ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സമയത്ത് എന്ത് ചെയ്യും, തുടക്കക്കാരെ സംബന്ധിച്ച് ഇതൊരു ആരെങ്കിലും എന്തെങ്കിലും ഈ ഒരു ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ വളരെ നമ്മൾ പ്രതീക്ഷയോടുകൂടി, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിലൂടെയാണല്ലോ നമ്മൾ ഈ ബിസിനസ് എത്തിക്കുക. അങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു വ്യക്തിയോട് പോയിട്ട് നമ്മുടെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ
സാധ്യത കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തളരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എനിക്ക് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, എന്റെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇന്ന് അതിൽ പല ആളുകളും ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഇന്നും കേൾക്കാൻ തയ്യാറല്ല. നമ്മളിലുള്ള മാറ്റങ്ങൾ അവർ കാണുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ അവർ എല്ലാ കാര്യങ്ങൾക്കും അവർ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് മാത്രം അവരെന്ത് ചെയ്യില്ല, വരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ എത്തുന്നതിന് മുൻപേ എന്റെ സുഹൃത്തുക്കളും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ അവിടെ സജീവമായിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ മാത്രം അവരെന്ത് ചെയ്യില്ല, ഈ ഒരു ഭാഗത്തേക്ക് അവര് വരുന്നില്ല എന്നുള്ളതാണ്. അത് മറ്റൊന്നല്ല, അവർക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ള രീതിയിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. പക്ഷെ അവർ ഈ ഒരു ഇൻഡസ്ട്രിയുടെ വലിപ്പോ സാധ്യതയോ മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇനി മനസ്സിലാവുന്ന ഒരു സാഹചര്യം വരും, അന്ന് അവരൊക്കെ നമ്മളെ കൂടെ ഇങ്ങോട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ടുവരുന്ന ഒരു സമയത്തേക്ക് നമ്മൾ മാറാൻ പോവാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് ബിസിനസ് ചെയ്യുന്ന, ഇതില് വളരെ കാലം മുമ്പ് തന്നെ ഈ ഒരു ബിസിനസ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരുടെ അനുഭവങ്ങൾ ഒരുപാട് ഡിഫറെന്റ് ആയിരിക്കാം. കാരണം ഈ തുടക്ക സമയത്ത് ഈ ഒരു ഉൽപ്പന്നങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചോ ഒന്നും അറിയാത്ത സമയത്തും ഈ ബിസിനസ് കെട്ടിപ്പടുത്ത നിരവധി ലീഡേഴ്സ് നമുക്കുണ്ട്. അത്തരം ലീഡേഴ്സിനെയൊക്കെ നോക്കുമ്പോ നമ്മളൊക്കെ ഇന്ന് വളരെ സുഖകരമായ രീതിയിലാണ് നമ്മളിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഒരു കാടും മലയും വെട്ടിത്തെളിച്ച് നമുക്കൊരു റോഡ് പണി തന്ന ഒരുപാട് ലീഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് മതി നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിച്ച് കയറാൻ. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിൽ നമുക്കൊരു വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് അനിവാര്യമാണ്. അതിന് നമ്മൾ ആദ്യം കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഹയർ ലീഡേഴ്സിനെ തന്നെയാണ്. കാരണം ഇപ്പൊ പല ആളുകൾക്കും അറിയാൻ പറ്റും, ഓരോ ലീഡേഴ്സും ഇപ്പോ എക്സ്പെഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് അറിയാവുന്നതാണ് നമ്മുടെ നിഷാന്ത് സാറ്, അതുപോലെ തന്നെ നമ്മുടെ അൽതാഫ് സാറ്, അതുപോലെ നമ്മുടെ ഒരു ലേഡി ഡയമണ്ട് ആണ് നമ്മുടെ ആയിഷ മാഡം. ഇവരുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, വളരെ സ്ട്രഗിളിങ്ങിലൂടെ കുറച്ചു കാലം അവര് മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു മനോഹരമായ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സാഹചര്യം അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, ബിസിനസ്സിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് ആണ്. ഈ ബിസിനസ്സിന് അനുസരിച്ച് നമ്മൾ പല രീതിയിലുള്ള മാറ്റങ്ങളും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ പല ബന്ധങ്ങളും ഒരു പരിധി വരെ നമ്മുടെ മറ്റുള്ള സുഹൃത്ത് ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ഞാൻ ഈ ഒരു അടുത്ത സമയത്ത് ഒരു വ്യക്തിയോട് ഞാൻ ഈ ഒരു ബിസിനസ് സംസാരിച്ചപ്പോ അദ്ദേഹത്തെ ആകെയുള്ള പ്രശ്നം, ബിസിനസ് ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ ബെറ്റർ ആണ്, പക്ഷെ ഉൽപ്പന്നങ്ങളും എല്ലാത്തിലും അദ്ദേഹം ഓക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹം ബിസിനസ്സിലേക്ക് ജസ്റ്റ് എൻട്രി ആവുകയും ചെയ്തു, കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുത്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യത്തുള്ളൂ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒറ്റ പോരായ്മ. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആ സുഹൃത്തുക്കളെയും കൂടി ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും, അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് ജോലിയായിട്ട് എന്ത് ചെയ്യാം, ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കൂടെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി കൂടെ. ചെറുപ്പക്കാരനാണ്, വളരെ യങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അതായത് ഞാനിപ്പോ തൽക്കാലം ഒരു 40 വയസ്സ് കഴിയട്ടെ, ഒരു 40 വയസ്സിന് ശേഷം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതായത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ ശരിക്കും നിങ്ങൾ ഇപ്പോ 1 or 2 അല്ലെങ്കിൽ ഏറിയ ഒരു 5 വർഷം നിങ്ങൾ ഇതിന്റെ കൂടെ നിന്ന് വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന സമയമാകുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ, ചില ബന്ധങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചില സമയത്ത് ഈ ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കേണ്ടി വരും. കാരണം നമുക്കറിയാൻ പറ്റും, ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഇപ്പൊ നിലവിൽ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന 300 സംതിങ് ആളുകൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ വ്യക്തിത്വങ്ങളൊന്നും പേഴ്സണലി ബന്ധങ്ങൾ ഉള്ളതോ അല്ലെ അറിയുന്ന ആളുകളായിരിക്കില്ല. ആരുടെയോ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം ഒക്കെ പല ആളുകളെയും കണ്ട് സംസാരിച്ച്, പല ആളുകളും പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ നമ്മൾ സംസാരിച്ച്
ഇന്ന് ഒരു കുടുംബം പോലെ ഒരൊറ്റ അച്ഛന്റെ അമ്മന്റെ മക്കളെ പോലെ എന്ന് എന്ത് ചെയ്യാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ കൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മേഖലയാണ് നമ്മുടെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല. ഒന്ന് മനസ്സിലാക്കുക, ഇതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതില്ലേ എന്നുള്ളത് തന്നെയാണ് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ്. ഇതില് ഒരു ഈ ബിസിനസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. നമ്മൾ എന്താണോ നമ്മുടെ മുമ്പ് ലീഡേഴ്സ് ചെയ്തു വെച്ച കാര്യങ്ങൾ അത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് പല ആളുകളും നമ്മുടെ നിലവിലെ ഏതാണോ മേഖലയിലുള്ളത്, ഒരു ട്രഡീഷണൽ മേഖല ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു ബിസിനസ്സിനെ അളക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരൊറ്റ കാഴ്ചപ്പാടേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ഷോപ്പ് തുടങ്ങുക, ഒരു ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ആ ഷോപ്പിൽ എന്ത് ചെയ്യുക, അദ്ദേഹം ഒരു കറങ്ങുന്ന ചെയറിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഒരിക്കലും ഈ ബിസിനസ്സിനെ ആ ഒരു കാഴ്ചപ്പാടോട് കൂടി കണ്ടാൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ എവിടെ എത്താൻ സാധിക്കില്ല. ഈ ഒരു ബിസിനസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫീൽഡ് വർക്കിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എല്ലാ സമയത്തും ഈ ഫീൽഡ് വർക്കും കാര്യങ്ങളായിട്ട് പോകാന്നില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ ഫീൽഡ് വർക്കിൽ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യണം. തുടക്കക്കാർക്ക് ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യുക. അതുപോലെ തന്നെ ഫീൽഡ് വർക്ക് ഒരു പൊസിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇന്ന് നമ്മൾ GTS-ഉം അതുപോലെ തന്നെ മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പല ലീഡേഴ്സും തുടക്കത്തിൽ ഇട്ടിട്ടുള്ള എഫേർട്ടാണ് ഇന്ന് എന്ത് ചെയ്യണത്, അവർക്ക് ഈ പറഞ്ഞുള്ള വലിയ ഫ്രീഡം നൽകിയിട്ടുള്ളത്. ഇന്ന് പല ലീഡേഴ്സിനും ഓരോ പ്രോഗ്രാം ബേസ് ചെയ്ത് മാത്രം ഈ ബിസിനസ് ചെയ്താൽ മതി. അതായത് ഇപ്പോ GTS-ൽ നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ആ ഗസ്റ്റുകൾക്കൊക്കെ തന്നെ ഇതുപോലെ നിരവധി പ്രോഗ്രാം, കേരളത്തിനകത്തും പുറത്തൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ധാരാളം ലീഡേഴ്സ് ഉണ്ട്. ഇന്ന് അവരുടെ ഫീൽഡ് വർക്കിനേക്കാൾ കൂടുതൽ, അതായത് ഫീൽഡ് വർക്കിനേക്കാൾ കൂടുതൽ അവർക്ക് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ മറ്റൊരു കൂടുതൽ അല്ലെങ്കിൽ 100-ൽ കൂടുതൽ ആളുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഈ 1-to-1 ബേസിലൊന്നും ആളെ പങ്കെടുപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ലെവലിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് മീറ്റിംഗ് സെന്ററുകൾ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തും മാത്രമാണ് നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വരുന്ന ജനുവരിയിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ വരുന്ന ജനുവരിയിൽ നമുക്ക് ഒരുപാട് ലീഡേഴ്സ്, ഇന്ന് നമ്മുടെ ഹയർ ലീഡേഴ്സ് ഒക്കെ ഒരുപാട് ലീഡേഴ്സ് നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമുക്ക് നിരവധി പ്രോഗ്രാമുകൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ടൈറ്റൻസിന്റെ നിഷാന്ത് സാറിന്റെ അണ്ടറിൽ നമ്മൾ എവല്യൂഷൻ എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമും അതുപോലെ തന്നെ ഇസ്മായിൽ സാറിന്റെ അണ്ടറിൽ മറ്റൊരു പ്രോഗ്രാമും, ഇങ്ങനെ നിരവധി പ്രോഗ്രാംസുകൾ നമുക്ക് വരാനുണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കാരണം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സമയമല്ല, എന്നും പ്രോഗ്രാംസ് ആണ്, മീറ്റിംഗ്സ് ആണെന്നൊക്കെ പല ആളുകളും അഭിപ്രായപ്പെടാറുണ്ട്. ഒരു സമയത്ത് ഞാനും തുടക്കത്തിൽ അതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന വ്യക്തി തന്നെയാണ്. ഒരിക്കലും വ്യത്യസ്തമായിട്ട് ഒരു സംഭവം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു ചിന്താഗതി ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മീറ്റിംഗ്സ് ആണ് നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് അതിൻ്റെതായ രീതികളുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എന്നും അദ്ദേഹം എന്ത് ചെയ്യണം, ഓഫീസിൽ പോകണം. അതല്ലാതെ അദ്ദേഹത്തിന് വീട്ടിലിരുന്നുകൊണ്ട് ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കൂല, അദ്ദേഹം ഓഫീസിൽ എത്തേണ്ടി വരും. അപ്പൊ എന്ന രീതിയിൽ തന്നെ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കൃഷിക്കാരനാണെന്ന് വിചാരിക്കാം, അദ്ദേഹത്തിന് ഈ കത്തി കൈക്കോട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യണം, പാടത്തേക്ക് ഇറങ്ങണം, എന്നാലേ അദ്ദേഹത്തിന്റെ ആ മേഖല വളരുകയുള്ളൂ. എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത. ഇത് മീറ്റിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു ബിസിനസ് ആണ്. അത് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മീറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കണം. അതല്ലാതെ മറ്റൊരു വർക്ക് ഈ ഒരു ബിസിനസ്സിലെ നമുക്ക് വേറെ ചെയ്യാനില്ല. കാരണം ഇവിടെ മീറ്റിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റിംഗിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യണം. അത് തീർച്ചയായിട്ടും നമ്മൾക്കുള്ള പ്രയാസങ്ങളും സമയത്തിന്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന്റെ പരിമിതി കൊണ്ട് മാത്രമാണ് പല ആളുകൾക്കും ഈ ഒരു ബിസിനസ്സിൽ വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കാത്തത്. അപ്പൊ മാക്സിമം നമ്മളിവിടെ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടൈമാണ്. ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിലൂടെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ നമ്മുടെ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്താൽ മാത്രമാണ് ഈ ബിസിനസ്സിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് കുതിക്കാൻ പറ്റുക. ഞങ്ങളൊക്കെ തന്നെ ഇതുപോലെ തന്നെ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും വളരെ വലിയ മാറ്റങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാറാൻ തയ്യാറായി. ഇന്നും പൂർണ്ണമായിട്ടില്ല, ഇനിയും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടാനുണ്ട്. നമ്മള് ചെറിയ മാറ്റത്തിന് ചെറിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വലിയ രീതിയിൽ നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ, വലിയ മാറ്റത്തിന് നമ്മൾ വിധേയമായാൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നമ്മളെല്ലാവരും വലിയ രീതിയിലുള്ള ഒരു വിജയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഓരോ മേഖലകളിലും കൂട്ടമായിട്ടാണ് ആളുകളെ പിരിച്ചുവിടുന്നത്. ഓരോ മേഖലകളിലും, തൊഴിൽ മേഖലകളിൽ നിന്നും ആളുകളെ പിരിച്ചുവിടുന്ന, കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ടെക്നോളജിയുടെ വളർച്ച കാരണം നമുക്ക് ഒരുപാട് മേഖലകളിൽ നിന്ന് തൊഴിൽ സാധ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അധ്യാപകർ, നിരവധി ആളുകൾ ഇന്ന് തൊഴിൽ അതായത് പെൻഷനും കാര്യങ്ങളും ആശ്രയിച്ച് മാത്രം ജീവിക്കുക. ഇന്നിപ്പോ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയുടെ ഒരു അനുഭവം തന്നെ നമുക്ക് നോക്കിയാൽ അറിയും. ഒരു 40,000-ത്തിന് മുകളിൽ സാലറി വാങ്ങിയിരുന്ന വ്യക്തി ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം 10,000 രൂപ പെൻഷനിലേക്ക് അദ്ദേഹത്തിന്റെ ലൈഫ് മാറി എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ഇടയായത്. അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാൻ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ സാധിക്കും. അതിനുള്ള പ്രവർത്തനം, അതിനുള്ള ഒരു അറിവും കഴിവും വെച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരത്തിലേക്ക് വന്നിട്ട്, നമ്മൾ ഇന്ന് ഇതിനെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ ഇതിന്റെ ചെറിയ ചെറിയ പ്രയാസങ്ങളെ കണ്ട് നമ്മൾ മാറി നിന്നാൽ വലിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ നമ്മളെ മുന്നിൽ എത്തിയിട്ടില്ല. ഇപ്പൊ നിലവിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ വലിയ പ്രശ്നങ്ങളായി കണ്ടാൽ തീർച്ചയായിട്ടും യഥാർത്ഥ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ കുതിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു കറക്റ്റ് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നേടാൻ ആവശ്യമായ ഒരു അറിവ്, കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് അറിവുകളും തരുന്ന ധാരാളം ലീഡേഴ്സ് ഉള്ള വലിയ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകാൻ കഴിഞ്ഞതാണ് എനിക്ക്, എസ്പെഷ്യലി എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലുള്ള മാറ്റത്തിന്റെ പ്രധാന തുടക്കം ഈ ഒരു അവസരത്തിൽ എത്തിപ്പെട്ടു എന്നതാണ്. കാരണം തുടക്കത്തിൽ ഈ സാധാരണ രീതിയിൽ ഒരു വ്യക്തിയായി ജീവിച്ച് ജീവിതം തീർക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്റെ മുന്നിൽ ഞാൻ ചെയ്തിരുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ജീവിതത്തിൽ എന്താണ് അവരുടെ ക്ലൈമാക്സ് എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടതാ. എക്സ്പെഷ്യലി നമ്മൾ ഈ ഒരു കാർപ്പൻ ഫാമിലി ആയതുകൊണ്ട് തന്നെ എന്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഏതാണ്ട് ഒരേ തരത്തിൽ ഈ ഒരു ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ്. അവരുടെ ക്ലൈമാക്സ് ഒക്കെ കുറെയൊക്കെ എനിക്ക് കാണാൻ സാധിച്ചാണ്. എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്റെ അച്ഛനായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കാരണം അദ്ദേഹം ഒരുപാട് കാലം ഈ വലിയ രീതിയിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, അതിന്റെ വലിയ രീതിയിലുള്ള ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നല്ല ആരോഗ്യത്തോട് കൂടിക്കുന്ന സമയത്ത് ഒരുപാട് ജോലി ചെയ്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോയ സമയത്താണ് യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിന് ശാരീരിക പ്രയാസങ്ങൾ വന്നു. അതിനുശേഷം ജോലി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറിയതോടുകൂടി കുടുംബത്തിന്റെ ബാധ്യത, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു സാധ്യത വന്നത് കൊണ്ട്, അങ്ങനെ ഒരു അവസരത്തിൽ എത്തിയത് കൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനനുസരിച്ച് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നോ ആഗ്രഹിക്കുന്നോ ആയിട്ടുള്ള ഏതോ ഈശ്വരന്മാരുടെ കൃപ കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം എന്റെ കയ്യിലെത്തി. ഇന്ന് വളരെ വലിയ രീതിയിൽ പ്രതീക്ഷയോടുകൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ഇവിടെ ഈ ഒരു സമയത്തുള്ളത്. കാരണം കുറെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ഓരോന്നോരോന്ന് അതിൻ്റെതായ രീതിയിൽ പതുക്കെങ്കിലും
അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് തുടക്കമിടാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട്. അതിനെല്ലാം ഈ ഒരു ബിസിനസ് അതിന് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നിരവധി ലീഡേഴ്സിന്റെ പിന്തുണയോടുകൂടി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരം കയ്യിൽ കിട്ടി എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി കുടുംബാംഗങ്ങളെ നമ്മുടെ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിരവധി കുടുംബാംഗങ്ങളെ നമുക്ക് നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റി. ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷകളും അവർക്ക് ചെറുതും വലുതുമായുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ മുഖാന്തരം സാധിച്ചു എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ള ഒരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ആഗ്രഹിക്കുന്നത് എന്തും നേടിത്തരാൻ പറ്റുന്ന വലിയ ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സ്വയം നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ കൂടെ വന്ന ആളുകളെ സ്നേഹിക്കുന്ന നിരവധി ലീഡേഴ്സിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തി വന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമായിട്ട് കാണുക. വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുക. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് വലിയ രീതിയിൽ നമുക്ക് വിജയത്തിന്റെ ഒരു ദിവസമായി മാറട്ടെ. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും നമ്മുടെയൊക്കെ വിജയത്തിന്റെ തുടക്കമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ പുതിയ ടോപ്പിക്കുമായി നിരവധി ലീഡേഴ്സ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. ഐപ്ലയേഴ്സ് മീറ്റിംഗ് നമ്മൾ ഓരോ വ്യക്തികളും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ ടീം മെമ്പേഴ്സിനെ പങ്കെടുപ്പിക്കുക. ഇന്ന് ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തിയെയും നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ചേർത്ത് നിർത്തി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമുക്ക് എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ദിവസങ്ങളായി മാറട്ടെ. അതിന് നമ്മുടെ ഈ ബിസിനസ് നമുക്ക് ദീർഘകാലം ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് സംരക്ഷിക്കണം. അതിന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാനും നമുക്ക് സർക്കാർ ഭാഗത്തു നിന്ന് നിരവധി ആനുകൂല്യങ്ങളും അതുപോലെ പിന്തുണയും നൽകുന്ന ഒരു സാഹചര്യം കൂടെ നമുക്കുണ്ട്. നമ്മളെല്ലാവരും ട്രേഡ് യൂണിയൻ ശക്തിപ്പെടുത്തുക. കാരണം മറ്റൊന്നല്ല, കാരണം പല പ്രശ്നങ്ങളെയും നേരിടാൻ ഇന്ന് നമുക്കൊരു യൂണിറ്റി, ഒരു കൂട്ടായ്മ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ നമുക്കൊരു യൂണിറ്റിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് ദീർഘകാലം MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റും നമ്മുടെ എല്ലാ രീതിയിലും വളരട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ജയ് ഹിന്ദ്, ജയ് MI ലൈഫ്സ്റ്റൈൽ. സതീഷ് സാറേ, പ്രോഗ്രാം